ചില ഉമ്മമാരുണ്ടാവും ഒരു കുട്ടിനോട് നല്ല ഇഷ്ടം, മൂത്ത മകനോട് ഇഷ്ടം, അല്ലെങ്കിൽ ഇളയ മകനോട് ഇഷ്ടം, പേരക്കുട്ടികൾ, മൂത്ത മകൻ്റെ പേരക്കുട്ടിയോട് ഇഷ്ടം, ഇളയ മകൻ്റെ പേരക്കുട്ടിയോട് വലിയ ഇഷ്ടമുണ്ടാകും. പക്ഷേ സ്നേഹപ്രകടനങ്ങളിൽ വരുന്ന വ്യത്യാസം മറ്റുള്ളവർ ചിലപ്പോൾ അത് മനസ്സിലാക്കുന്നുണ്ടാവും. സംസാരത്തിൽ പോലും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ, മിഠായി കൊടുക്കുമ്പോൾ മക്കൾക്കിടയിൽ ഒരിക്കലും അനീതി കാണിക്കാൻ പാടില്ല. പെൺകുട്ടിയോട് ഒരു പ്രത്യേക സ്നേഹം, അത് പെൺകുട്ടിയല്ലേ, അവള് പെൺകുട്ടിയല്ലേ എന്നുള്ള സ്നേഹം പാടില്ല. ആണും പെണ്ണൊന്നും വ്യത്യാസമില്ല, മക്കളൊക്കെ ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ആൺകുട്ടിയോട് പ്രത്യേക സ്നേഹം, മൂത്ത മകനോട് പ്രത്യേക സ്നേഹം, ഇളയ മകനോട് പ്രത്യേക സ്നേഹം. ഒരു വാക്കിലും ഒരു പ്രവൃത്തിയിലും, ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരു ഉരുള പോലും അധികം കൊടുക്കുന്നതിൽ അനീതി കാണിക്കാൻ പാടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് നല്ല ഉമ്മമാരുടെ 10 ലക്ഷണങ്ങളാണ്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു മാതാവിന് എന്തൊക്കെ സ്വഭാവ ഗുണങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്, എന്തൊക്കെ ക്വാളിറ്റീസാണ് ഒരു നല്ല മാതാവിന് ഉണ്ടാവേണ്ടത്, മക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെ നല്ല മാതാവാകാം, മക്കൾക്കിടയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അങ്ങനെയുള്ള നല്ല ഉമ്മമാരുടെ 10 ലക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഒന്നെങ്കിൽ നമ്മൾ ഉമ്മമാരായിരിക്കും, അല്ലേ? ഇത് കേൾക്കുന്ന ആളുകൾ ഉമ്മമാരുണ്ടാവും. അപ്പോൾ മക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ മക്കളായിരിക്കും, നമ്മുടെ ഉമ്മമാര് നല്ല ഉമ്മമാരാണെങ്കിൽ അൽഹംദുലില്ലാ, അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ഒരു പക്ഷേ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാര് മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടങ്ങൾ സ്വർഗമാക്കി കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, നല്ല ഉമ്മമാരുടെ 10 ലക്ഷണങ്ങളാണ് നമ്മൾ പറയുന്നത്. അൽ ഉമ്മു സ്വാലിഹതു വഅശറു അലാമാതിഹാ. നല്ല ഉമ്മ, നല്ല മാതാവിൻ്റെ 10 ലക്ഷണങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്, അല്ലേ? ഉമ്മമാരുടെ 10 ലക്ഷണങ്ങൾ. ഉമ്മയായാൽ മാത്രം പോരാ, പ്രസവിച്ചാൽ മാത്രം പോരല്ലോ, ഒരു നല്ല മാതൃകയാകുന്ന ഉമ്മയാവണം. നല്ല മാതൃക പഠിപ്പിക്കുന്ന, കുട്ടികൾക്ക് മാതൃകയാകുന്ന മാതാവാകണം. ഏതൊക്കെയാണ്? ഒന്നാമത്തത് അൽ ഉമ്മുല്ലതി തുറബ്ബി ബിസ്സംതി. നിശബ്ദത കൊണ്ട് മക്കളെ വളർത്തുന്ന ഉമ്മ, അല്ലേ? ചില ഉമ്മമാരുണ്ടാകും എന്തിനും ഏതിനും മക്കളോട് ദേഷ്യപ്പെടുന്നവർ, അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കുന്നവർ, വൃത്തികെട്ടതായ, മക്കളോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളും വാചകങ്ങളും ഉപയോഗിച്ച് അവരുടെ ജീവിതത്തിനെ മോശം വരുത്തുന്ന രൂപത്തിൽ ശാപവാക്കുകളൊക്കെ മക്കളെ പറയുന്ന ഉമ്മമാർ, അത് മോശം ഉമ്മമാരാണ്. എന്നാൽ അല്ലുമുല്ലത്തി തുറബ്ബി ബിസ്സംതി, മക്കളെ നിശബ്ദതയിലൂടെ വളർത്തുന്നവർ. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മോന് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ആളുകളുടെ ഇടയിലിട്ട് അപമാനിക്കുകയല്ല വേണ്ടത്. അവരെ കൊണ്ടുപോയി ഒറ്റക്കിരുത്തിയിട്ട് മോനെ നിസ്കരിക്കാൻ സമയമായി, ഇമ്മാൻ്റെ കൂടെ വന്ന് നിസ്കരിക്കൂ എന്നാണ് പറയേണ്ടത്. അല്ലാതെ ഞാൻ നല്ല നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മക്കളോട് പറയുന്ന ഉമ്മയാണ് 4 ആൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മക്കളുടെ വ്യക്തിത്വത്തെ അപമാനിക്കാൻ പാടില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കുക, അല്ലേ? അങ്ങനത്തെ ഉമ്മമാരുണ്ട്. പറയുന്നത് നല്ല കാര്യമാണ്, നിസ്കരിക്കാൻ വേണ്ടി പറയുക, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷേ അത് മറ്റുള്ളവരുടെ മുമ്പിൽ ആ കുട്ടിയുടെ വ്യക്തിത്വത്തെ, അഭിമാനത്തെ ഹനിക്കുന്ന രൂപത്തിലായിരിക്കും ചില ഉമ്മമാർ പറയാം. നിസ്കരിക്കണില്ലേ, വേറൊരാൾ കേൾക്കുമ്പോൾ ഈ കുട്ടിക്കത് അപമാനമാണ് എന്നുള്ളത് ഉമ്മ ചിന്തിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കണമെന്നാണ് പറയുന്നത്. ഉമ്മുല്ലത്തി തുറബ്ബി ബിസ്സംതി, നിശബ്ദതയിലൂടെ, അല്ലെങ്കിൽ ശബ്ദം കുറച്ച് ആ കുട്ടിയുടെ കാതിൽ മാത്രം ഉപദേശം നൽകി. അങ്ങനത്തെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ സ്വമത നജാ, ഒരാൾ നിശബ്ദനായിരുന്നാൽ അത് വിജയിച്ചതിൻ്റെ ലക്ഷണമാണ് എന്ന്. അപ്പോൾ മക്കൾ തെറ്റ് ചെയ്താൽ ഉമ്മ ഉപദേശിക്കേണ്ടത്, അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടല്ല, അവരോട് സ്നേഹത്തോടു കൂടെയാണ് പറയേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം അൽ ഉമ്മുല്ലത്തി തഖ്ഫി തഅബഹ. എന്താണ്? സ്വന്തം ക്ഷീണം മറച്ചു വെക്കുന്ന ഉമ്മ. ചില ഉമ്മമാരുണ്ടാവും തലവേദന വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വേദന വന്നാൽ ദേഷ്യം തീർക്കുന്നത് മക്കളോടായിരിക്കും, അല്ലേ? അന്ന് ഉമ്മ ആകെ ആ വീട്ടിലേക്ക് കയറാൻ പോലും മക്കൾക്ക് തോന്നൂല. കാരണം ഉമ്മാൻ്റെ സ്വഭാവം ഒന്നും ശരിയല്ല. ഉമ്മാക്ക് എവിടെയോ വേദന ഉണ്ട്, തലവേദന ഉണ്ട്, അല്ലെങ്കിൽ ഉമ്മാക്ക് പീരിയഡാണ്, അല്ലെങ്കിൽ ഉമ്മാക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ഭർത്താവുമായിട്ട് തെറ്റി നിൽക്കുകയാണ്. അതൊക്കെ തീർക്കുന്നത് ഈ പ്രിയപ്പെട്ട മക്കളോടാണ്, പാപം പിടിച്ച കുഞ്ഞു മക്കളോട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്നാൽ യഥാർത്ഥ ഉമ്മയാൽ ഉമ്മുല്ലത്തി തഖ്ഫി തഅബഹ, ഉമ്മാക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മറച്ചു പിടിച്ചിട്ട് രാത്രി ഉറങ്ങുമ്പോൾ മക്കളെ തട്ടി ഉറക്കിയിട്ട് മക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന, തൻ്റെ പ്രശ്നങ്ങളൊക്കെ മക്കളോട് സ്നേഹത്തോടു കൂടെ പറഞ്ഞു കൊടുക്കുന്ന, അത് മക്കളുടെ മുമ്പിൽ ദേഷ്യപ്രകടനം നടത്തുകയല്ല വേണ്ടത്. മക്കളോട് ഉമ്മാക്ക് വയ്യ മക്കളെ, അങ്ങനെയാണ് പറയേണ്ടത്. അല്ലാതെ ആ വീട്ടിൽ ദേഷ്യം കാണിക്കുക, മക്കളോടല്ല ദേഷ്യം. മക്കളെന്ത് പഴച്ചു, അവർക്ക് അറിയില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.
പരിശുദ്ധ ഖുർആൻ പറയുന്നു വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി. അല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ ത്യാഗത്തിനെ കുറിച്ച് അല്ലാഹു നമുക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാതാവാകണമെങ്കിൽ മക്കളെ നന്നായിട്ട് നോക്കണം. മക്കള് ചെറിയ കുട്ടികളോടൊക്കെ ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം, അവർക്ക് എന്താ അറിയാനാണ്. ഇനി മൂന്നാമത്തെ കാര്യം അൽ-ഉമ്മുല്ലത്തി തുറബ്ബി ബിദ്ദുആ. മക്കളെ വളർത്തുന്നത് പ്രാർത്ഥനയിലൂടെ ആയിരിക്കണം. അല്ലേ, പടച്ചോനെ എൻ്റെ കുട്ടീനെ നന്നാക്കണേ അല്ലാ, അല്ലാഹുവേ എൻ്റെ കുട്ടി ബിസ്മി ചൊല്ലുന്ന കുഞ്ഞാക്കണേ അല്ലാ, എൻ്റെ മകൻ ദിക്ർ ചൊല്ലുന്ന മകനാക്കണേ അല്ലാ, എൻ്റെ മകൻ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യുന്ന മകനാക്കണേ അല്ലാ. അല്ലേ, നല്ല മാർഗങ്ങളും നല്ല വഴികളൊക്കെ ഉമ്മമാര് പറഞ്ഞു കൊടുക്കും, പഠിപ്പിച്ചു കൊടുക്കും. അതോടൊപ്പം പ്രാർത്ഥിക്കും വേണ്ടേ. മദ്രസയിലേക്ക് കുട്ടി പോയി അല്ലെങ്കിൽ സ്കൂളിലേക്ക് കുട്ടി പോയി അക്ഷരം പഠിച്ചു. ഒന്നാമത്തെ അക്ഷരം എ അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ ആ, അറബിയിൽ ആ പഠിച്ചു. അപ്പൊ ഈ കുട്ടി ഉമ്മ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഉമ്മ നിസ്കാരത്തിനു ശേഷം പടച്ചോനെ എൻ്റെ കുട്ടിനെ കാക്കണേ അല്ല, പഠിച്ചതൊക്കെ മറക്കാത്ത കുഞ്ഞാക്കണേ അല്ല, അല്ലാഹുവേ വിജയം നൽകണേ അല്ല. അങ്ങനെ പ്രാർത്ഥനയിലൂടെ മക്കളെ വളർത്തുന്ന ഉമ്മമാർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്താൽ, തെറ്റ് ചെയ്താൽ ആ തെറ്റ് തിരുത്തി കൊടുത്തിട്ട് റബ്ബിനോട് പടച്ചോനെ എൻ്റെ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, നന്നാക്കണേ അല്ല. അങ്ങനെ ദുആയിലൂടെ റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി, പടച്ചോനെ എൻ്റെ മക്കൾ, വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു ആയത്താണ് റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി മിൻ ദുർരിയതി വമിൻ ദുർരിയതി, പടച്ചോനെ എൻ്റെ മക്കളിൽ നിന്ന്, എൻ്റെ സന്താന പരമ്പരകളിൽ നിന്ന് നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ അല്ലാ. അല്ലേ, മക്കളെങ്ങനെ ഉപദേശിക്കുന്നതോടൊപ്പം മക്കൾക്ക് വേണ്ടി ദുആ ഇരക്കും. എന്ത് കാര്യത്തിനും, ഓരോ കാര്യത്തിനും പ്രാർത്ഥിക്കുക എന്നതാണ്. ഇനി നാലാമത്തെ കാര്യം അൽ ഉമ്മുല്ലത്തി തുഹിബ്ബു ബിൽ അദ്ലി. അല്ലേ, മക്കളെ സ്നേഹിക്കേണ്ടത് നീതിയോടുകൂടെയാണ്. ചില ഉമ്മമാരുണ്ടാവും, ഒരു കുട്ടിനോട് നല്ല ഇഷ്ടം, മൂത്ത മകനോട് ഇഷ്ടം അല്ലെങ്കിൽ ഇളയ മകനോട് ഇഷ്ടം, പേരക്കുട്ടികൾ, മൂത്ത മകൻ്റെ പേരക്കുട്ടിയോട് ഇഷ്ടം, ഇളയ മകൻ്റെ പേരക്കുട്ടിയോട് വലിയ ഇഷ്ടമുണ്ടാവും. പക്ഷേ സ്നേഹപ്രകടനങ്ങളിൽ വരുന്ന ഏറ്റവ്യത്യാസം മറ്റുള്ളവർ ചിലപ്പോൾ അത് മനസ്സിലാക്കുന്നുണ്ടാവും. സംസാരത്തിൽ പോലും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ, മിഠായി കൊടുക്കുമ്പോൾ മക്കൾക്കിടയിൽ ഒരിക്കലും അനീതി കാണിക്കാൻ പാടില്ല. പെൺകുട്ടിയോട് ഒരു പ്രത്യേക സ്നേഹം, അത് പെൺകുട്ടിയല്ലേ, ഓള് പെൺകുട്ടിയല്ലേ എന്നുള്ള സ്നേഹം പാടില്ല. ആണും പെണ്ണൊന്നും വ്യത്യാസമില്ല, മക്കളൊക്കെ ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ആൺകുട്ടിയോട് പ്രത്യേക സ്നേഹം, മൂത്ത മകനോട് പ്രത്യേക സ്നേഹം, ഇളയ മകനോട് പ്രത്യേക സ്നേഹം. ഒരു വാക്കിലും ഒരു പ്രവൃത്തിയിലും, ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരു ഉരുള പോലും അധികം കൊടുക്കുന്നതിൽ അനീതി കാണിക്കാൻ പാടില്ല. നല്ല ഉമ്മമാരുടെ ലക്ഷണം എന്തല്ലോ ഉമ്മുല്ലത്തി തുഹിബ്ബു ബിൽ അദ്ൽ, നീതിയോടുകൂടെ മക്കളെ സ്നേഹിക്കുന്ന ഉമ്മമാർ. ഇനി അഞ്ചാമത്തത് അൽ ഉമ്മുല്ലത്തി തഗ്രിസുൽ ഈമാന ഖുഫിയാ, ഈമാൻ നട്ടു വളർത്തുന്ന ഉമ്മമാർ. അല്ലേ, ചെറിയ 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 കാര്യങ്ങൾ പോലും മക്കളിൽ ഈമാൻ കൊണ്ട് വളർത്തുന്ന മക്കൾ. ബാങ്ക് കൊടുക്കുമ്പോൾ മോനെ ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാനായി, ഒന്നാമത്തെ ആ ഫസ്റ്റത്തെ സമയത്തിൽ തന്നെ ബാങ്ക് കൊടുക്കാൻ, ചെറിയ കുട്ടികളാകുമ്പോൾ 7 വയസ്സാകുമ്പോൾ തന്നെ ഉമ്മ വിളിച്ച് നിസ്കരിപ്പിക്കുക. അല്ലേ, ഒരു ചെറിയ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, വെള്ളം കുടിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കുക. വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ അവരോട് സ്നേഹത്തോടെ, അവരോട് ആതിഥേയ മര്യാദകൾ കാണിക്കാൻ വേണ്ടി പഠിപ്പിക്കുക. നമ്മളൊക്കെ വീട്ടിൽ അതിഥികൾ വരുമ്പോൾ എന്തെങ്കിലും കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ ഉമ്മമാർ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അതിഥികൾ പോയാൽ അവർ ഉപദ്രവിക്കും. ഈ കുട്ടിക്ക് അറിയാത്തത് കൊണ്ട് ആദ്യം പറഞ്ഞു കൊടുക്കണ്ടേ. പറഞ്ഞു കൊടുത്താൽ എന്താണ് അഭിമാനം, എന്താണ് ബഹുമാനം എന്താണെന്ന് അറിയാത്ത പ്രായത്തിൽ കുട്ടികൾ ചെയ്യുമ്പോൾ അവരെ നന്നായിട്ട് സ്നേഹിക്കുകയാണ് വേണ്ടത്. നമ്മൾ പറഞ്ഞത് എന്താണ്, തഗ്രിസുൽ ഈമാൻ, ഈമാനിനെ നട്ടു വളർത്തുന്ന ഉമ്മമാർ. അല്ലേ, നട്ടു വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പതുക്കെ ഈമാൻ ഉണ്ടാവുള്ളൂ. ഒന്നാമത്തെ വട്ടം ബിസ്മി പറയുമ്പോൾ കുട്ടി മറന്നുപോകും, രണ്ടാമത്തെ വട്ടം കുട്ടി മറന്നുപോകും. അങ്ങനെ 100 തവണ പറയുമ്പോഴാണ് കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാൻ തുടങ്ങുക. വേറെല്ലാവരെ കാണുമ്പോൾ കുട്ടി സലാം പറയണമെങ്കിൽ 100 വട്ടം പറയണം. അപ്പം അതൊക്കെ വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമാണ്. ഒരു ചെറിയ ചെടി വളർന്നു വലുതായി അതിൽ നിന്ന് ഫലം ലഭിക്കണമെങ്കിൽ 100 കണക്കിന് ദിവസം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ. അതാണ് പറഞ്ഞത്. ഇനി അടുത്തത് അൽ ഉമ്മുല്ലത്തി തഅ്തദിറു, അൽ ഉമ്മുല്ലത്തി തഅ്തദിറു, ക്ഷമ ചോദിക്കാൻ അറിയുന്ന ഉമ്മ. ക്ഷമ ചോദിക്കാൻ, മക്കളോട് ദേഷ്യപ്പെടും. അല്ലേ, മനുഷ്യന് കുട്ടികളെ ഉപദ്രവിക്കും. ചിലപ്പോൾ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിച്ചതാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചപ്പോൾ തല്ലിയതാണ്. തല്ലി കഴിഞ്ഞ് ദേഷ്യം ഇറങ്ങിക്കഴിഞ്ഞാൽ കുട്ടി ഉമ്മ മകൻ്റെ അടുത്ത് പോയിട്ട്, മകളുടെ പോയിട്ട് സോറി കുട്ടിയെ, ഉമ്മ അറിയാതെ പറ്റിയതാണ്, മോന് നന്നാവാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെ ക്ഷമ പറയാൻ അറിയുന്ന മനസ്സലിവുള്ള ഉമ്മയാവണം. ആ ഉമ്മയോട് മാത്രമേ മക്കൾക്ക് തിരിച്ച് സ്നേഹം ഉണ്ടാവുള്ളൂ. ഉമ്മ ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാവും, ഉമ്മ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും, ഉമ്മ ചൂടായിട്ടുണ്ടാവും. എന്നാൽ ആ ദേഷ്യമൊക്കെ ഇറങ്ങിയിട്ട് മക്കളോട് ക്ഷമ ചോദിച്ചിട്ടില്ലെങ്കിൽ
ആ മക്കൾ വലുതാകുമ്പോഴും ഉമ്മ ചെയ്ത ആ തെറ്റ്, ആ മുറിവ് മനസ്സിലിങ്ങനെ ഉണങ്ങാതെ നിൽക്കും. അവർ വലുതാകുമ്പോൾ ആ ഉമ്മാനോട് സ്നേഹം ഉണ്ടാവില്ല. കാരണം ചെറുപ്പത്തിൽ ഉമ്മ ചെയ്ത ഓരോ ക്രൂരമായ വാക്കുകളും പ്രവൃത്തികളും ആ മക്കളുടെ മനസ്സിൽ മാറാത്ത മുറിവുകളായി, വലിയ തഴമ്പുകളായി മാറി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ മക്കളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, വേണ്ട കാര്യത്തിന് ഉപദ്രവിച്ചാൽ പോലും അവരോട് ക്ഷമ ചോദിക്കണം. ഉമ്മ ദേശത്തിൽ ചെയ്തതാണ് കേട്ടോ, നിസ്കരിക്കാത്തത് കൊണ്ട് ചെയ്തതാണ്, ഉമ്മാനോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറയുന്ന ഉമ്മമാരാവണം. എങ്കിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു മാതാവാകാനുള്ള ലക്ഷണത്തിൽ നമ്മെ ഉൾപ്പെടുത്തുള്ളൂ. ഇനി ഏഴാമത്തത് അൽ ഉമ്മുല്ലതി തസ്നഉ ദിക്റാ ജമീല. ദിക്റാ ജമീല, നല്ല സുന്ദരമായ ഓർമ്മകൾ സൃഷ്ടിക്കുന്ന മാതാവ് അല്ലേ? നമ്മുടെ കുട്ടിക്കാലത്ത് ഉമ്മ പാടിയ പാട്ടുകൾ ഇപ്പോഴും കാതിലിങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ടാവും. ഉമ്മ പറഞ്ഞു തന്ന കഥകൾ, ഉമ്മ പഠിപ്പിച്ചു തന്ന അക്ഷരങ്ങൾ, ഉമ്മ പഠിപ്പിച്ചു തന്ന കഥകൾ, ഉമ്മ പാടിത്തന്ന പാട്ടുകൾ, ഇതൊന്നും മറക്കാതെ എപ്പോഴും കൊണ്ട് നടക്കുന്ന ആ പഴയ ഉമ്മയെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഓർത്തു പോകും. അപ്പോൾ നല്ലൊരു ഉമ്മയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അല്ലുമുല്ലത്തി തസ്നഉ ദിക്റൻ ജമീല, നല്ല മനോഹരമായ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഉമ്മമാർ. മക്കൾക്ക് നല്ല സ്നേഹം ഉണ്ടാകണമെങ്കിൽ, എപ്പോഴും ഇങ്ങനെ ഉപദ്രവിക്കുന്ന, ഉപദേശിക്കുന്ന, ക്രൂരമായ, ദേഷ്യപ്പെടുന്ന മാതാവാണെങ്കിൽ മക്കൾക്ക് നല്ല മധുരമുള്ള ഓർമ്മകളൊന്നും നൽകാൻ കഴിയൂല അല്ലേ? നിസ്കരിക്കാൻ വേണ്ടി എപ്പോഴും ഉപദ്രവിക്കുകയാണെങ്കിൽ ആ കുട്ടി നിസ്കരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കുട്ടി നിസ്കരിക്കില്ല. നിസ്കരിക്കാൻ വേണ്ടി പറയേണ്ടത് സ്നേഹത്തോടു കൂടെയാണ്. പരിശുദ്ധ ഇസ്ലാം 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ അടിക്കാനേ പറഞ്ഞിട്ടില്ല. ആ 10 വയസ്സാകുമ്പോഴേക്ക് നമ്മൾ അത്രത്തോളം ആ കുട്ടിയെ സ്നേഹം കൊണ്ട് നിസ്കാരത്തിൻ്റെ പേരിൽ പൊതിയണം. അപ്പോൾ 10 വയസ്സാകുമ്പോൾ അടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അടിക്കാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എല്ലാ വക്തിനും ആ കുട്ടികൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വല്ലപ്പോഴുമൊക്കെ ഉപദേശം കേട്ടിട്ടില്ലെങ്കിലാണ് അടിക്കേണ്ടത്. ഇത് അടിക്കുന്നത് പോലും അതിക്രൂരമായ, ദേഹത്താസകലം മുഴുവനും അടിയുടെ പാട് വീണ് ആ കുട്ടികൾക്ക് നിസ്കാരം എന്ന് പറയുന്നത് തന്നെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമായി മാറും. പിന്നെ നിസ്കരിക്കാൻ തോന്നുമോ? കുറച്ച് പ്രായമാകുമ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കുട്ടികളെ നിസ്കരിക്കാൻ അടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് വലിയ നിസ്കാരത്തോടുള്ള പേടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, നിസ്കാരത്തോടുള്ള സ്നേഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അടുത്തത് എന്താണ്? അൽ-ഉമ്മുല്ലതി തഹ്തരിമു ശഖ്സിയ്യത വലദഹാ, മക്കളുടെ വ്യക്തിത്വത്തെ മാനിക്കുന്ന ഉമ്മമാർ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഓരോ മക്കൾക്കും വ്യക്തിത്വമുണ്ട്, അഭിമാനമുണ്ട്. അത് മറ്റുള്ളവരുടെ മുമ്പിൽ കളങ്കപ്പെടുത്താൻ പാടില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ മക്കളെ ഇകഴ്ത്തി സംസാരിക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ മക്കളോട് നിസ്കരിക്കാൻ വേണ്ടി പറയാൻ പാടില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരുടെ മുമ്പിൽ ഉപദ്രവിക്കുക, അടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ, കൂട്ടുകാരുടെ മുമ്പിൽ, അയൽവാസികളുടെ മുമ്പിലൊക്കെ. മക്കൾ എന്ന് പറയുന്ന ഓരോ മനുഷ്യനും വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തെ ഹനിക്കുന്ന രൂപത്തിലൊരു വാക്ക് പോലും ഉമ്മയുടെ വായിൽ നിന്ന് വരാൻ പാടില്ല. ഇനി അടുത്തതാണ് അൽ-ഉമ്മുല്ലതി തുർബിതുൽ ബൈത ബില്ലാഹ്, വീടിനെ അള്ളാഹുവുമായി ബന്ധിപ്പിക്കുന്ന ഉമ്മ. വീട്ടിലെപ്പോഴും ഖുർആൻ ഓതുന്ന, വൈകുന്നേരമായ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം എല്ലാവരും ഒരു ഫാത്തിഹ ഓതുന്ന, യാസീൻ ഓതുന്ന, അല്ലെങ്കിൽ പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ മക്കളെ കൈപിടിച്ച് നടത്തുന്ന ഉമ്മമാർ അല്ലേ? അങ്ങനത്തെ ഉമ്മമാരുണ്ടെങ്കിൽ ആ വീട് എന്ത് സ്വർഗമായിരിക്കും. ഉമ്മ ഒറ്റയ്ക്ക് ഒരുപാട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, മക്കളെ കൂട്ടൂല. മക്കളെ കുറച്ചു നേരമെങ്കിലും 5 മിനിറ്റ് നേരെങ്കിലും, അല്ലെങ്കിൽ ഓരോ വഖ്ത് നിസ്കരിക്കുമ്പോഴും മകനെയോ മകളെയോ വുളു എടുക്കാൻ വേണ്ടി, ഉമ്മാൻ്റെ കുട്ടി ഇവിടെ വന്ന എന്നൊക്കെ പറഞ്ഞ് വുളു എടുക്കാൻ അല്ലെങ്കിൽ നിസ്കരിക്കാനൊക്കെ കൂടെ കൊണ്ടുപോകുന്ന ഉമ്മമാർ. അൽ-ഉമ്മുല്ലതി തുർബിതുൽ ബൈത ബില്ലാഹ്, വീടിനെ അള്ളാഹുമായി ബന്ധിപ്പിക്കുന്ന ഉമ്മമാർ. അവർ സ്വർഗാവകാശികളാണ്. അവർ മക്കളെ നട്ടുവളർത്തുന്ന മനോഹരമായ ഉമ്മമാരാണ്. ഇനി അടുത്തതാണ് അൽ-ഉമ്മുല്ലതി തുറബ്ബി ലിൽ-ആഖിറതി ലാ ലിദ്-ദുനിയാ ഫഖത്ത്, ദുനിയാവിന് വേണ്ടി മാത്രം മക്കളെ വളർത്തുന്ന ഉമ്മമാർ. അങ്ങനെ ചെയ്യാൻ പാടില്ല. നാളെ പാരത്രിക ലോകത്തും ഉപകരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിസ്കരിക്കാം, സ്കൂളത്തെ കാര്യങ്ങളൊക്കെ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. സ്കൂളിലേക്ക് വിടാൻ വേണ്ടി ട്യൂഷനൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. മദ്രസയിൽ രാവിലെ 1 മണിക്കൂർ മാത്രം, 1.5 മണിക്കൂർ മാത്രം, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് അല്ലേ? പ്രാക്ടിക്കലായിട്ട് ഒന്നും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. കുട്ടികൾക്ക് ഓതേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, ചൊല്ലേണ്ട കാര്യങ്ങൾ, വലിയവരെ ബഹുമാനിക്കേണ്ട കാര്യങ്ങൾ, ദീനിയായ ഒരു കാര്യങ്ങളും ഉമ്മമാര് പഠിപ്പിക്കുന്നില്ല. എന്നാൽ സ്കൂളിലെ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ പോലും അതിൽ പാരത്രിക ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന, അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഉമ്മമാർ. അൽ-ഉമ്മുല്ലതി തുറബ്ബി ലിൽ-ആഖിറതി ലാ ലിദ്-ദുനിയാ ഫഖത്ത്, നല്ല ഉമ്മമാരുടെ ലക്ഷണമാണ്.
നല്ല ഉമ്മമാരുടെ ലക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ഉമ്മമാരാകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഉമ്മമാർക്ക് അള്ളാഹു നല്ല ഉമ്മമാരാകാനുള്ള തൗഫീഖ് നൽകട്ടെ. നാളെ പാരത്രിക ലോകത്ത് മാതാപിതാക്കളുടെ കൂടെ നമുക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീടുകളും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അള്ളാഹു സ്വർഗമാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.